ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം. ദശകം 94, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ശബ്ദബ്രഹ്മണ്യബീക പ്രയതിതമനസത്വാം ന ജാനന്തി കേചിൻ കഷ്ടം വിദ്യാശ്രമസ്തേ ചിരതരമിഹഗാം ബിഭ്രതി നിഷ്പ്രസൂരിം യസ്യാം വിശ്വാഭിരാമ സകലമലഹരാ ദിവ്യലീലാവതാരകാം സച്ചിൻ സാന്ദ്രം ജരൂപം തവത നിഗദിതം താം ന വാചാം പ്രിയാസം. അന്വയം. അർത്ഥം. ഇഹ ഈ ലോകത്തിൽ, കേജിൻ ചിലർ, ശബ്ദബ്രഹ്മണി ശബ്ദബ്രഹ്മത്തിൽ എന്ന് വെച്ചാൽ വേദത്തിൽ, പ്രയതിത മനസ്സ പരിശ്രമിക്കുന്ന മനസ്സോട് കൂടിയവനാണെങ്കിലും താം അങ്ങേ ന ജാനന്തി അറിയുന്നില്ല. ഇഹ ഇവിടെ, തേ അവർ, വന്ധ്യശ്രമാഹ ശ്രമം നിഷ്ഫലമാക്കി, കഷ്ടം കഷ്ടം, നിഷ്പ്രസൂതി ഫലമില്ലാത്ത, ഗാം പശുവിനെ, ചിരതരം വളരെക്കാലം, വിഭ്രതി ഭരിക്കുന്ന, യസ്യാം യാതൊന്നിൽ, വിശ്വാഭിരാമ സർവജനമനോഹരവും സകലമലഹര സർവ പാപനാശകവുമായ തവ അങ്ങയുടെ ദിവ്യലീലാവതാരങ്ങൾ സച്ചിത് സാന്ദ്രം സച്ചിദാനന്ദവും രൂപം ച ആയ രൂപം ന നിഗദിതം പറയപ്പെട്ടിട്ടില്ലയോ താം ആ വചഹ വാക്കിനെ ന പ്രിയാസം ഞാൻ സ്വീകരിക്കാതിരിക്കണമേ. ഹരിവു. സാരം. നിത്യാനന്ദത്തിന് വിധേയനായ ജീവൻ മുക്തന്റെ അവസ്ഥ പറഞ്ഞിട്ടെന്തു പ്രയോജനം? രാഗാദികൾ കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയവന് ജീവൻ മുക്തി വളരെ അകലെയാണ്. അവൻ അത് കിട്ടുകയില്ല. ഭക്തിയില്ലാതെ അത് പ്രാപിക്കാൻ ലഘുവായ മാർഗം വേറെയില്ല. ഭക്തി മനസ്സിനെ ശുദ്ധമാക്കും. അതിനാൽ സർവകർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് അങ്ങയുടെ ഭക്തി ലഭിച്ച ഗുരുവിൻ്റെ ഉപദേശത്താൽ അവിടത്തെ പറ്റി ബോധമുണ്ടായി അങ്ങയുടെ സ്വരൂപത്തെ പ്രാപിക്കുമാറാകട്ടെ. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. യൂയാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവാവഗച്ഛാമി ഭൂമൻ ഏവം ജാനന്യഭാവത്വതനുഭജനം ഏവാദ്രിയേ ചൈദ്യവൈരിൻ തൊല്ലിജ്ഞാനാന്തോദാംഘ്രിപ്രിയജന സദസാം ദർശന സ്പർശനാദിൻ ഭൂയാത്മേ ത്വം പ്രപൂജ നദിനുദി ഗുണ കർമാനുകീർത്യാദരോവി. അന്വയം. അർത്ഥം. ഭൂമൻ സർവത്ര സ്ഥിതി ചെയ്യുന്ന, ചൈദ്യവൈര്യൻ ശിശുപാല ശത്രു, ത്വം അങ്ങേ, യഹ യാതൊരുവൻ എന്നും, യാവാൻ ഏതൊരു രൂപമുള്ളവൻ എന്നും, യാദൃശ ത്വമിതി ഏതൊരു ധർമ്മത്തോടെ കൂടിയവൻ എന്നും, കിമപി അല്പം പോലും, നൈവാവഗച്ഛാമി അറിയുന്നില്ല. ഏവഞ്ച ഇപ്രകാരമെങ്കിലും, അനന്യഭാവ മറ്റൊരിടത്ത് മനസ്സു പോകാതെ, സ്വതനുഭജനം ഏവ തുടർന്ന് അവിടുത്തെ ഭജനം തന്നെ, ആദ്രിതേ ഞാൻ ആദരിക്കുന്നു. തുല്യജ്ഞാനാം ത്വദംഘ്രിപ്രിയ ജനമാനസം അങ്ങയുടെ പ്രതിമകളുടെയും അങ്ങയുടെ ഭാതഭക്തിയുള്ളവരുടെയും ദർശന സ്പർശനാദിദുത് പ്രപൂജാനദിനുതി
ഗുണകർമാനുകീർത്യാദര അഭി. ദർശന സ്പർശനങ്ങളും അവിടുത്തെ പൂജ, നമസ്കാരം, സ്തുതി, ഗുണകഥാകീർത്തനം മുതലായവയാൽ ആദരവും മേ എനിക്ക് പൂയാൻ ഉണ്ടാകാമാറാകണേ. ഹരിവും. സാരം: സർവത്ര നിറഞ്ഞ ശിശുപാലാദി ശത്രുക്കൾക്ക് മോക്ഷം നൽകിയ ഭഗവാനെ, അവിടുത്തെ രൂപമോ ധർമ്മമോ ഒന്നും തന്നെ എനിക്കറിയില്ല. എങ്കിലും എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങയിൽ തന്നെ നിർത്തി സദാ ഭജിക്കുന്നു. അങ്ങയുടെ പ്രതിമകളെയും അങ്ങയുടെ ഭജന, നമസ്കാര, സ്തുതി, കീർത്തനം തുടങ്ങിയവയിൽ മുഴുകിയ ഭക്തന്മാരുടെ സഭകളെയും കണ്ട് വന്ദിക്കുവാനും അങ്ങയുടെ പൂജ, നമസ്കാരം, കീർത്തനം ഇവയിൽ മുഴുകാനും എനിക്ക് സാധിക്കുമാറാകണമേ.